എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വറുത്തരച്ച് എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ സബോള ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഒന്ന് വഴന്ന് അതിലേക്ക് കറിയിലേക്ക് നന്നായി അലിഞ്ഞ് യോജിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ. സബോള ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ചധികം വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാതും കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പ് കൂന്തൽ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കൂട്ടാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. പൊടികളുടെ പച്ചമണമൊക്കെ മാറുകയും ചെയ്യും. കറിക്ക് നല്ലൊരു കളറും വരും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 വലിയ തക്കാളി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 വലിയ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും ഈ തക്കാളിയൊക്കെ വെന്ത് ഇതിലേക്ക് നല്ലതുപോലെ ചേരുമല്ലോ. നല്ല പുളിയുള്ള നാടൻ തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കറിക്ക് വേറെ പുളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഞാൻ തുറന്നപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഇതിലേക്ക് നല്ലതുപോലെ ചേർന്നു. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ കൂന്തലിലേക്ക് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. കൂന്തലിലേക്ക് വേറെ വെള്ളം ഒട്ടും തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. കൂന്തൽ വേവുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഉണ്ടായി വരും. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടുള്ള വേവ് മതി നമുക്ക്. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ കൂന്തൽ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരിക്കും. അധികം നേരിട്ട് വേവിക്കേണ്ട, അപ്പോഴും റബ്ബർ കഷ്ണം പോലെ ആവുള്ളൂ. ഇനി വേറൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നാളികേരവും പെരിഞ്ചീരകവും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വേറെ മസാലകളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു മസാല മാത്രമേ ഇതിലേക്ക് വേണ്ടൂ. അപ്പോൾ ചെറുതീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടോ നമ്മുടെ കൂന്തലിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നാളികേരം നല്ല ബ്രൗൺ കളർ ആവണ്ട, ഒരു 3/4 ഭാഗത്തോളം ആവണ്ട കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ അതേ പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ചട്ടിയുടെ ചൂട് മാത്രം മതി, അല്ലെങ്കിൽ അത് വറവ് അധികമായിപ്പോവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കണം. ഞാൻ ഇത്ര അണ്ടിപ്പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്രേ ഇട്ടിട്ടുള്ളൂ. ഇനി ആ ചട്ടിയുടെ ചൂടിൽ മാത്രം കിടന്നിട്ട് ആയാൽ മതിട്ട്. അണ്ടിപ്പരിപ്പ് ഇടുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതിട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കൂന്തളൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, കൂന്തളൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂന്തൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളികേരം ഒഴിച്ചതിന് ശേഷം കറി തിളപ്പിക്കില്ല. അത് 2 മിനിറ്റ് നേരം ചെറു തീ അടച്ചു വെക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും നാളികേരം ഒന്ന് ചൂടാവുമല്ലോ. അത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കും. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ പാത്രത്തിൻ്റെ മൂടി മാറ്റുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറി എല്ലാം ഒന്ന് പാകമായിട്ട് വരികയുള്ളൂ. കണ്ടോ, ഇപ്പോൾ 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് തുറന്നു നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പാകത്തിനായിട്ടിരിക്കുന്നുണ്ട്. കറി ചാറൊക്കെ പാകത്തിനായിട്ട് കുറുകിയിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.